എല്ലാവർക്കും നമസ്കാരം. ജയ് ഗുരുദേവ്. കണ്ണുകളടച്ച് നട്ടെല്ല് നിവർത്തി വെച്ചിരിക്കാം. 3 പ്രാവശ്യം ഓംകാരം ചൊല്ലാനായിട്ട് തയ്യാറാവാം. സാധാരണ ശ്വാസകത്തേക്ക്, ശ്വാസം പുറത്തേക്ക്. ഓംകാരം ചൊല്ലാനായി ദീർഘശ്വാസം എടുക്കുക. ഓ ഓ ഓ ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുർ സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. സാവധാനം നിങ്ങളുടെ കണ്ണുകൾ തുറക്കാം. ജയ് ഗുരുദേവ്. ഹൗ ആർ യു ആൾ? സുഖമാണോ? എല്ലാവർക്കും സുഖമാണോ? സുഖമാണോ? യെസ്. ആരൊക്കെയാണ് മറ്റേ ഇൻട്രോ സീന് കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാർ? സിനിമയ്ക്ക് ഇൻട്രോ സീന് കഴിഞ്ഞിട്ട് വരുന്നത് പോലെ കുറച്ച് ആൾക്കാർ ലേറ്റാണല്ലോ. ശരി, നായകൻ വരുമ്പോഴല്ലേ വരേണ്ടത് അല്ലേ? അപ്പോഴല്ലേ ഫസ്റ്റ് സീന് മിസ്സായ വളരെ മോശം. അതുപോലെ നമുക്കിവിടെ സ്റ്റാർട്ടിങ് പ്രയർ വല്ലാത്ത പ്രാധാന്യമുള്ളൊരു ഘടകമാണ്. ഉം. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിഞ്ഞില്ലെങ്കിലും എവിടെന്നോ ആരോ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഈ വ്യക്തിക്ക് ഇതിന് പാകതയായോ പക്വതയായോ എന്നുള്ളതൊക്കെ അല്ലേ? ഒരു കല്യാണം ആലോചിച്ച് പോകുമ്പോൾ ഒരു പെൺകുട്ടിയെ പയ്യന് കെട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കും, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കും? ഉത്തരവാദിത്വം ഉണ്ടോ, അല്ലേ? ജോലി ഉണ്ടോ, ഏ ആരോഗ്യമുണ്ടോ, അല്ലേ? ആണോ അല്ലയോ? നോക്കില്ലേ? അത് ആർക്കെങ്കിലും ആരോ ആവട്ടെ എന്ന് പിടിച്ചു അങ്ങനെയുണ്ടോ? ഇല്ല. കുറേ കാര്യങ്ങൾ പരിഗണിച്ച് അന്വേഷിച്ചിട്ടല്ലേ അയാൾ തികഞ്ഞ ആളാണെങ്കിൽ നമ്മൾ ഓക്കെ ശരി കുട്ടിയെ കൊടുക്കാം, അങ്ങനത്തെ തീരുമാനിക്കും. ഇതുപോലെ ആത്മജ്ഞാനത്തിൻ്റെ കാര്യത്തിലും ഇതിനേക്കാളും പ്രൊസീജിയറുകളുണ്ട് മുകളിൽ. ഇദ്ദേഹം ഇതിന് അർഹനാണോ, അർഹതയുണ്ടോ എന്നൊക്കെ പറഞ്ഞതുപോലെ അതിൽ ഓരോ കാര്യങ്ങളുണ്ട്. എത്ര സിൻസിയറാണ് എന്നുള്ളത് വളരെ വലിയൊരു ഘടകം കൂടെയാണ്. ഓക്കെ, ഇതിന് നമ്മൾ ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ സുലഭമായി ലഭിക്കുന്ന കാര്യമാണ്. വളരെ സുലഭമായി. ഇതിന് വലിയ എന്ന് വെച്ചാൽ ഒരു പൂ പറിക്കുന്ന അത്ര പോലും എഫേർട്ട് ഇല്ല ആത്മജ്ഞാനത്തിലേക്ക് എത്താൻ എന്നാണ് ഗുരുക്കന്മാർ പറയുന്നത്. പക്ഷേ അതിന് എങ്ങനെയായിരിക്കണം? അതിന് അത്രത്തോളം പക്വത പാകത നമ്മൾ വരുത്തലാണ് ഈ പരിപാടി. എങ്ങനെയാണ് പക്വത പാകത? അതിന് തയ്യാറായിരിക്കുന്ന നിമിഷം. അപ്പം അതിലേക്കുള്ള ഇതാണ്. അപ്പോൾ ഓരോരുത്തരുടെയും ഉള്ളിൽ നിന്നുള്ള ആ ത്വര, അന്വേഷണ ത്വര അല്ലെങ്കിൽ ആ മുമുക്ഷത്വത്തിൻ്റെ ശക്തി എങ്ങനെ മനസ്സിലാവും? ഇതിനോടുള്ള കമ്മിറ്റ്മെൻറ്റ്. അല്ലാണ്ട് ഞാൻ ഇവിടെ പരിപാടി നടത്തുന്നത് കൊണ്ട് പറയല്ല, പരിപാടി എവിടെയാണെങ്കിലും അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ, അല്ലേ? ആണോ അല്ലയോ? ഏത് വഴിക്കാണെങ്കിലും ഇത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയണം. ഓക്കെ, അതിന് മുമ്പ് യെസ്, ഇപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ ലോകത്ത്, വീട്ടിൽ, നാട്ടിൽ, എവിടെ ചെയ്യുകയാണെങ്കിലും, എന്ത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും അത് സുഖം അന്വേഷിച്ചു കൊണ്ടാണ്. ആണോ അല്ലയോ? സുഖം അന്വേഷിച്ചു കൊണ്ട്. ആണോ അല്ലയോ? യെസ്, യെസ്, അല്ലേ? എന്ത് കാര്യം ഇപ്പോൾ കുറച്ച് നേരം ഒരു ഭാഗത്തിരുന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചൂട് അല്ലെങ്കിൽ ഒരു രസമില്ല, ഒരു എന്ത് ചെയ്യും? ഒന്ന് മാറി അപ്പുറത്തിരിക്കും, അല്ലേ? ഇരുന്നിരുന്ന് വേര് പിടിക്കാതിരിക്കാൻ എന്നൊക്കെ പറയും, അല്ല? ഒന്ന് മാറി ഇരിക്കും. അല്ലെങ്കിൽ കുറേ നേരം കിടന്നു കഴിഞ്ഞു. നോക്കൂ, നമ്മൾ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയോ അറിയോ? മിനിമം ഒരു 40 പ്രാവശ്യമൊക്കെ തിരിയോ അത്രയും. സാധാരണ ആളുടെ, ചിലപ്പോൾ രോഗമുള്ള ആൾക്കാരുടെ അവസ്ഥ അറിയില്ല. സ- പൊതുവെ ഒരു മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും
ഇപ്പൊ കുറച്ചു നേരം ഇങ്ങനെ കിടന്നു, ഇവിടെ ഒരു സുഖക്കുറവ്, എന്നാ ഒന്ന് അങ്ങോട്ട് തിരിയാം, അല്ലെങ്കിൽ ഇങ്ങനെ തല വെച്ചപ്പോൾ ശരിയായില്ല, ആ തലയണയ്ക്ക് അത്ര ഇത് പോരാ അല്ലേ, എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ആണ് ഉറങ്ങുമ്പോൾ അല്ലേ. എന്നിട്ട് ഏതോ ഒരു നിമിഷത്തിൽ അറിയാതെ ആ ബോധമില്ലാതെ ഉറങ്ങിപ്പോയി. ഇതുപോലെ ഓരോ പ്രവൃത്തിയുടെ പുറകിലും സുഖം അന്വേഷിക്കുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെയോ. നല്ല വീട് എന്തിനാ കെട്ടുന്നത്? സുഖമായിരിക്കാൻ ആണ്, അല്ലേ? അല്ലേ? അതെ, സുഖം, സുഖമായിരിക്കണം. നല്ല ജോലി സുഖമായിരിക്കാൻ. നിറയെ ശമ്പളം കിട്ടുന്ന ജോലി എന്തിനാണ്? സുഖമായിട്ടിരിക്കാൻ, അടിച്ചു പൊളിക്കാൻ, അല്ലേ? അതോ നാട്ടിന്, ഈ ലോകത്തിന് വേണ്ടി ഞാൻ സേവിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല ജോലി കിട്ടണേ എന്ന് ഭഗവാൻ പ്രാർത്ഥിച്ച ആൾക്കാരുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിലോ വളരെ ഗ്രേറ്റായ ആൾക്കാരാണ്. എനിക്ക് ഈ ലോകത്തിനെ സഹായിക്കണം, എനിക്ക് വളരെ കുറച്ച് ശമ്പളം എനിക്ക് മതി, പക്ഷെ എനിക്ക് ലോകത്തിനെ സഹായിക്കണം, അതുകൊണ്ട് എനിക്ക് വലിയ ജോലി തരൂ എന്ന് പ്രാർത്ഥിച്ച ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാവാം, പക്ഷേ സ്വാഭാവികമായിട്ട് ആളുകൾ എന്താ പ്രാർത്ഥിക്കണമെന്ന് വെച്ചാൽ, നന്നായി എനിക്ക് സുഖമായിരിക്കാനാണ് ഈ പരിപാടികളൊക്കെ ഞാൻ ചെയ്യുന്നത്. ഇനി ഇങ്ങനെ ഇരുന്ന് ഒരു കൊതുക് കടിച്ചു, അതിലിങ്ങനെ ചൊറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു സുഖം, അല്ലേ? ഇതുപോലെ സകല കാര്യങ്ങളുടെയും പുറകിലുള്ള രഹസ്യം എന്ത് വെച്ചാൽ സുഖം അന്വേഷിച്ചു കൊണ്ടുള്ള പ്രവർത്തികളാണ്. ഇതെങ്ങനെയാണ്? ഇന്ദ്രിയങ്ങളിലൂടെയാണ് ഈ സുഖം നമ്മൾ അനുഭവിക്കുക, ഇന്ദ്രിയങ്ങളിലൂടെ, അല്ലേ? നാട്ടിലെ ഒരു അമ്പലത്തിൽ ചെറിയ ഉത്സവത്തിൻ്റെ സമയത്ത് ഒരു ചെറിയ വെടിക്കെട്ട് അവിടെ നടന്നു. അവിടെ എല്ലാവരും പോയി നിന്നു, അല്ലേ? വാവ്, എന്ത് കാഴ്ച, അല്ലേ? ആണോ അല്ലയോ? അവിടെ നിൽക്കില്ലേ വെടിക്കെട്ട് നടക്കണം? അതേ ദിവസം തൃശ്ശൂർ പൂരം നടക്കുകയാണെങ്കിൽ അവിടെ നിൽക്കുമോ, അതോ തൃശ്ശൂർ പൂരത്തിന് പോയിട്ട് വെടിക്കെട്ട് കാണാൻ നിൽക്കുമോ? അങ്ങോട്ട് മാറും. എവിടെയാണോ വലിയ സുഖം അങ്ങോട്ടേക്ക് മാറും. ഇത് സ്വാഭാവികമായ മനുഷ്യന്റെ ഒരു ടെൻഡൻസിയാണ്. ആണോ അല്ലയോ? നന്നായി ബുദ്ധിപൂർവ്വം ചിന്തിക്കണേ. ബുദ്ധി ഉപയോഗിക്കണം. ഇവിടെ എൻ്റെ സെഷനിൽ മാത്രം ബുദ്ധി വെച്ചിട്ടുള്ള കളിയാണ്. ആത്മീയത, ഈശ്വര ഭഗവാനെ നിങ്ങൾ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു, നിങ്ങൾ എന്നെ രക്ഷിക്കണം, ഇതൊക്കെ ഇങ്ങനെ ആയിരിക്കും എന്നൊരു പരിപാടി ഇവിടെ ഇല്ല. നന്നായി ബുദ്ധി ഉപയോഗിച്ച് അതിനെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ ഉറച്ചു നിൽക്കും. ബുദ്ധി ഉപയോഗിക്കാതെ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ പോയി. ആ, ഭഗവാൻ ഉണ്ടെന്ന് എനിക്ക് വിശ്വാസം, പോയി അവിടെ. വിശ്വാസമുള്ള ആളുകൾക്ക് സമാധാനം ഉണ്ടാവില്ല. വിശ്വാസമുള്ള ആൾക്ക് പൂർണ്ണമായി സമാധാനം, തൃപ്തി ഉണ്ടാവില്ല. നിങ്ങളുടെ കൂടെ ദൈവമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു, എന്നാൽ നിങ്ങൾക്കൊരു ദുരിതം തന്നോട്ടെ എന്ന് ചോദിച്ചാൽ ദുരിതം വേണമെന്ന് പറയോ? നിങ്ങൾ ദുരിതത്തിലേക്ക് കടക്കൂ, നിങ്ങളെ ദൈവം രക്ഷിക്കും, എന്നാൽ ഒരു ദുരിതം തരട്ടെ എന്ന് ചോദിച്ചാലോ? അത് വേണ്ട. ദൈവമൊക്കെ ഉണ്ട് എങ്കിലും ആ ദുരിതമൊന്നും വേണ്ട, അല്ലേ? ഈ വിശ്വാസമാണ്, അല്ലേ? വിശ്വാസമാണ് അവിടെ എന്താണ് നമുക്ക് ആവശ്യം. അപ്പോൾ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ സുഖം അന്വേഷിച്ചു കൊണ്ടുള്ള ഓരോ പ്രവൃത്തിയും അത് അവസാനിക്കുന്നത് സുഖം കിട്ടുമ്പോൾ. അപ്പോൾ ചെറിയ ചെറിയ രീതിയിൽ സുഖം കിട്ടാറുണ്ട്, അല്ലേ? ആണോ അല്ലേ? പുതിയ ഡ്രസ്സ് വാങ്ങിച്ചിട്ടു, എന്ത് സുഖം, അല്ലേ? പുതിയ ഡ്രസ്സ് വാങ്ങിച്ചിട്ടു ആളുകളൊക്കെ നമ്മളെ നോക്കി, വാവ്, എവിടെന്നാ വാങ്ങിച്ച്? അതെയോ, ഇത് നല്ല കളക്ഷനാണല്ലോ, നല്ല കളറാണല്ലോ, ഇതിൻ്റെ നിറം, ഇത് പുതിയ ഡിസൈനാ, പുതിയ മോഡലാന്നൊക്കെ ചോദിക്കുമ്പോൾ ഉള്ളിലൊരു സുഖം ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ വലിയ ചെയിൻ ഇട്ടിട്ട് എന്തിനാ പോണ്? ചെയിൻ ഇല്ലെങ്കിൽ പലവരും കല്യാണത്തിന് പോവാറില്ല. ആ മനുഷ്യൻ കൊണ്ട് എൻ്റെ ചെയിൻ ബാങ്കിൽ വെച്ചിട്ട് കല്യാണത്തിന് പോകാൻ പാടില്ല, ഉള്ളിൽ ആകെ ഒരു വിഷമല്ലേ, ഭർത്താവിനാണെങ്കിലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുത്തതാണെങ്കിൽ. ഇനി നാട്ടിൻ പുറത്താണെങ്കിൽ ചില ചേച്ചിമാർ ഇങ്ങനെ, എനിക്കറിയാം, ഇങ്ങനെ, ചേച്ചി ഒരു കല്യാണം ഉണ്ട്, ആ ചെയിൻ ഒന്ന് തരുമോ, പോയിട്ട് വന്നിട്ട് തരാം, അല്ലേ? ആണോ അല്ലയോ? ഇത് നാട്ടിൻ പുറത്തൊരു നാട്ടു നടപ്പാ. എന്താണ്? ആരോ കണ്ടിട്ട്, ഓ, ഇയാൾ കുറച്ച് കാശുള്ള, അല്ലെങ്കിൽ എന്തോ ഒരു കാര്യത്തിന് ആ ചെയിനൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ടോ ആ എന്ന് പറയുമ്പോൾ ഉള്ളിലൊരു സുഖം. ഇങ്ങനെ ഓരോ പ്രവൃത്തിയിലും സുഖം അന്വേഷിക്കുകയാണ്. ഇന്ദ്രിയ വിഷയങ്ങളിലൂടെയാണ് ഇത് പ്രാവർത്തികമാക്കുന്നത്. എന്നാൽ ഇതിൽ കിട്ടുന്ന സുഖം നിലനിൽക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ, അത് വെള്ളത്തിലുണ്ടാവുന്ന കുമിള പോലെ. സോപ്പ് കുമിള, ബബിൾ ഒക്കെ ഉണ്ടാക്കില്ലേ നമ്മളന്ന്, കുമിളകൾ, കുമിള ഉണ്ടാക്കില്ല, സോപ്പ് വെള്ളത്തിൽ ഇങ്ങനെ മുക്കിയിട്ട്, അല്ലെങ്കിൽ അത് വളരെ മനോഹരമാണ്, പക്ഷെ അതിൻ്റെ നിലനിൽപ്പ് എത്രയായിരുന്നു? കുറച്ച് നേരത്തേക്ക്, അത് കഴിഞ്ഞ് അടുത്ത് പോയി. എന്തു വെച്ചാൽ, നിങ്ങൾ നല്ലൊരു സാരി വാങ്ങി,
ഞാൻ ചേച്ചിമാരാണ് ഇവിടെ കൂടുതലുള്ളത് കൊണ്ട് എക്സാമ്പിൾ ഞാൻ പറയുന്നത്. ഓക്കെ, ഇനി ഗണപതി ചേട്ടൻ മാത്രം ഒരാളായിട്ടുള്ളൂ. ഇദ്ദേഹത്തിനോട് ഇനി പറഞ്ഞു കഴിഞ്ഞ് നാളെ ഇനി വന്നില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ടാണ് പറയാത്തത്. ഓക്കെ. ചേച്ചിമാർ കുറേ പേരുണ്ട്. ഇപ്പം ഞാൻ ചേട്ടന്മാരെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മാത്രമേ ഉള്ളൂ. എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് തോന്നിയാലോ. ഓക്കെ. ഓക്കെ. അപ്പോൾ ഇപ്പം നല്ലൊരു സാരി വാങ്ങി ഒരു കല്യാണത്തിന് എടുത്തിട്ട് പോയി, അല്ലേ? ആദ്യം ഒരു കല്യാണത്തിന് എടുത്തിട്ട് പോയി, കല്യാണത്തിന് ആൾക്കാരെ കണ്ട്, വാവ് ഇത് എവിടെ നിന്ന് വാങ്ങിച്ചത്, ഏത് പട്ടാണ്, എന്താ പറയുക, തഞ്ചാവൂരോ, അങ്ങനെയൊക്കെ ചോദിച്ചു. വളരെ സന്തോഷമായി. അതേ നാട്ടിൽ രണ്ടാമത്തെ കല്യാണത്തിന് ആ സാധനം എടുത്തിട്ട് പോകാൻ പറ്റുമോ? അതേ ആൾക്കാരുടെ ഇടയിൽ ഒന്ന് ആലോചിക്കും, അല്ലേ? ചിലപ്പോൾ എടുക്കും, എങ്കിലും അതിൻ്റെ ഒപ്പം വാങ്ങിയ അടുത്ത സാരി, അല്ലേ? ഇത് എടുത്തിട്ട് പോയി, ഇത് എല്ലാവരും കണ്ട സാധനമല്ലേ, ഇനി ഞാൻ എങ്ങനെ കാണിക്കതില്ലേ? അയ്യോ, പോയി. അതിലെ സുഖം പോയോ ഇല്ലയോ? 20,000 15,000 കൊടുത്ത സുഖം എത്ര നേരത്തേക്ക്? കുറച്ച് നേരത്തേക്ക്. ആണോ അല്ലയോ? ഞാൻ പറഞ്ഞതിൽ വാസ്തവം ഉണ്ടോ ഇല്ലയോ? സത്യം ഉണ്ടോ ഇല്ലയോ? യെസ്. ഇങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് നടന്ന് നടന്ന് ഓരോ കാര്യങ്ങൾ ചെയ്ത് 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 നമുക്ക് ശരീരത്തിന് രോഗം വരുത്തി ചേർത്തുന്നു എന്ന് പറയും. എങ്ങനെ? വളരെ തുച്ഛമായ സുഖത്തിന് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്ത് 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 എന്താവണു? ഇതിലൊന്നും സുഖം, ശാശ്വതമായ പരിഹാരം കിട്ടാത്തതുകൊണ്ട് അന്വേഷണം തന്നെയാണ്. ഓരോ കാര്യത്തിലും ആൾക്കാർ ഇങ്ങനെ അന്വേഷിക്കുകയാണ്. ഇപ്പം ഇന്ദ്രിയ വിഷയങ്ങൾ, പല വിഷയങ്ങളും, നല്ല പാട്ട്, അല്ലേ? നല്ല പാട്ട് കേട്ടു, എത്രയാണ് കുറേ നേരം കേൾക്കുമ്പോൾ ചെവി കൂടെ ഒക്കെ ഇങ്ങനെ ആയിരിക്കും. ചെവി ഒരു ജാതി സുഖം. എങ്കിലും ആ പാട്ട് കുറച്ചു നേരം. മൈക്കിൾ ജാക്സൺ അറിയോ? മൈക്കിൾ ജാക്സൺ അറിയോ? ആരാണ്? പാലക്കാട്ടുകാരനാണ് ആള്. അറിയില്ല? ഓക്കെ. അതായത് വലിയ പോപ്പ് സിംഗർ, അല്ലേ? പോപ്പ് സിംഗർ, ഡാൻസർ, അല്ലേ? വലിയ ഗായകനും ഡാൻസറൊക്കെ ആയ അദ്ദേഹത്തിന്റെ മരണ കാരണം എന്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ശരീരത്തിന് വയ്യ. എങ്ങനെയാണ്? ശരീരത്തിന് തീരെ വയ്യ. റെസ്റ്റ് എടുക്ക്, ലീവ് എടുത്ത്, മെഡിക്കൽ ലീവ് എടുക്കേണ്ട സമയത്ത് ഇദ്ദേഹം ആൻറ്റിബയോട്ടിക് ഇല്ല, പെയിൻ കില്ലറുകളൊക്കെ കളിച്ചിട്ട് പരിപാടി അവതരിപ്പിച്ചു. മിക്ക സമയത്തും അങ്ങനെയാണ്. ഇദ്ദേഹത്തിന് വെയിറ്റ് ചെയ്തിട്ട് കോടിക്കണക്കിന് ആരാധകരും അതേപോലെ ഇഷ്ടംപോലെ പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് പൈസ വാങ്ങിച്ചു കഴിഞ്ഞു കോൺട്രാക്റ്റിന്, ഇത് പരിപാടി നടത്താതിരിക്കാൻ പറ്റില്ല. അപ്പം എന്ത് ചെയ്തു? ശരീരത്തിൻ്റെ രോഗാവസ്ഥ പോലും വില വയ്ക്കാതെ എന്ത് ചെയ്തു? യെസ്, അങ്ങോട്ട് പരിപാടിയിലേക്ക് ഇറങ്ങി. ഇന്ദ്രിയ വിഷയം എന്തായി? അത് മരണത്തിന് കാരണമായി. മനസ്സിലാവുണ്ടോ? ഇതുപോലെ തന്നെയാണ് എല്ലാവരും ഇങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് ഇതിൽ ഇന്ദ്രിയ വിഷയങ്ങളിൽ ഇരുന്ന് അവസാനം ഇതൊന്നും അറിയുന്നില്ല. മരണം വന്ന് ചേർന്ന് ശരീരത്തിന് രോഗം വന്ന് ചേർന്നതൊന്നും അറിയണില്ല. എന്താവണോ? മരണത്തിലേക്ക് ചെന്ന് പതിക്കുന്നു എന്ന് പറയും. അപ്പോൾ ഈ അവസ്ഥ നമുക്കുണ്ടോ എന്ന് ചോദിച്ചാൽ, നമുക്ക് മൈക്കിൾ ജാക്സനെ പോലെയെങ്കിലും ആയിട്ടില്ലെങ്കിലും ഏതൊക്കെയൊക്കെയോ രീതിയിൽ സുഖങ്ങളുടെ അടിമയാണ്. ഏതൊക്കെയൊക്കെയോ തരത്തിൽ, ഏതൊക്കെയൊക്കെയോ വിധത്തിൽ സുഖം അന്വേഷിക്കുന്ന ആളുകളിൽ നമ്മളും പെടും. എന്തുകൊണ്ടാണ് ഇത് അന്വേഷിക്കുന്നത്? ഇതെല്ലാവർക്കും വേണം. ഇനി ആർക്കും സുഖം വേണ്ടേ? വേണോ വേണ്ടയോ? എല്ലാവർക്കും സുഖം വേണം. പക്ഷെ ഏത് സുഖം? നിലനിൽക്കുന്ന സുഖം. എന്താണ്? എന്നും നിലനിന്ന് പോകുന്ന ഒരു സുഖം. അല്ലാത്ത സുഖം വേണ്ട. അപ്പൊ ഇത് എവിടെ നിന്ന് കിട്ടും? ഇത് എവിടെ നിന്ന് കിട്ടും? കിട്ടുന്ന സ്ഥലത്ത് അന്വേഷിക്കണം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ലോകത്ത് ഇത് അന്വേഷിച്ച് 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 എല്ലാ തരം കർമ്മങ്ങളും ചെയ്യും, ദുഷ്കർമ്മങ്ങളൊക്കെ ചെയ്യും. ചില ആളുകളൊക്കെ പൊളിറ്റിക്സിലൊക്കെ കണ്ടിട്ടുണ്ടോ? ആ സീറ്റ്, ആ പദവിക്ക് വേണ്ടിയിട്ട് ആളുകൾ കൊല്ലാൻ പോലും മടിക്കില്ല. ആണോ അല്ലയോ? ഞാൻ പറയുന്നത് സത്യമല്ലേ? ഒരാളെ കൊല്ലാൻ പോലും മടിക്കില്ല. ആ പദവി, സീറ്റ് സുഖമാണ്. എന്തിനുള്ള സുഖം? ഉള്ളിലുള്ള നമ്മുടെ അഹംബോധം പറയണം, ഞാൻ ആ അധികാരത്തിനോടുള്ള മോഹം, അതിൽ കിട്ടുന്ന ലഹരി എന്നൊക്കെ പറയുന്നത് പോലെ. ഇതുപോലെ അനേക കാര്യങ്ങളിൽ
ഇങ്ങനെ ചെയ്ത് ദുഷ്കർമ്മങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയാണ് ഈ സുഖം അന്വേഷിച്ച് 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 അതിൻ്റെ വലുത് അതിൻ്റെ വലുത് അതിൻ്റെ വലുത് അന്വേഷിച്ച് അന്വേഷിച്ച് എവിടെ എത്തും ചോദിച്ചാൽ ആവശ്യത്തിൽ കൂടുതൽ ദുഷ്കർമ്മങ്ങൾ ചെയ്യേണ്ട നിലയിലെത്തും. ഇനി അങ്ങനെ ദുഷ്കർമ്മങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, സുഖം അന്വേഷിക്കാൻ വേറെ വഴിയില്ല, എന്നെ കൊണ്ട് ഇത്രയേ പറ്റുള്ളൂ എങ്കിൽ ഇതെല്ലാം ഉള്ളിൽ ആഗ്രഹങ്ങളായിട്ട് കിടക്കും. ഇനി നമുക്ക് സുഖം അനുഭവിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്ക് കഴിവില്ല. നോക്കൂ, നമുക്ക് സുഖം വേണം, നിങ്ങൾക്കൊരു MLA ആവണം, പക്ഷെ നിങ്ങൾക്ക് കഴിവില്ല. എന്ത് ചെയ്യാൻ പറ്റും? ആഗ്രഹം ഉള്ളിലുണ്ട്. പല പൊളിറ്റിക്കൽ ലീഡർമാരുണ്ട്, അവരുടെ അച്ഛന്മാരൊക്കെ നല്ല വലിയ നേതാക്കന്മാരായിരിക്കും, പക്ഷെ മക്കൾക്ക് അതിനുള്ള കഴിവുണ്ടാവില്ല. അപ്പൊ ഇത് ഉള്ളിൽ ഇങ്ങനെ ആഗ്രഹം കിടക്കുക, എൻ്റെ അച്ഛനെ പോലെ എനിക്ക് ആവാൻ പറ്റില്ല, ആഗ്രഹമാണ്. അപ്പൊ എന്താവും? ഒന്നുകിൽ അയാൾ ദുഷ്കർമ്മം എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആ പൊസിഷനിലേക്ക് വരാൻ നോക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇനി പ്രവർത്തിക്കാൻ വയ്യ, ഇനി ആ ദുഷ്കർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇതിൽ ആഗ്രഹങ്ങളായിട്ട് ഉള്ളിൽ കിടക്കും. ഇത് ജന്മജന്മാന്തരങ്ങളായിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എങ്ങനെ പോയാലും ഈ സാധനം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് അവിടെ കിടക്കും. ഒന്നുകിൽ നമ്മൾ പ്രവർത്തിക്കുന്ന ആളാവാം, അല്ലെങ്കിൽ പ്രവർത്തിക്കാത്ത ആളാവാം. ഇത് എനിക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പൊ ഇത് ഒരു ഭാരമായിട്ട് അല്ലെങ്കിൽ ഇതൊരു മെമ്മറി ആയിട്ട് ഉള്ളിലുണ്ടാവും. നോക്കൂ, ഇവിടെ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഉള്ളിൽ നടക്കാതെ പോയ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടോ ഇല്ലയോ? ഉള്ളത് പറയണം, ഉണ്ടോ ഇല്ലയോ? നടക്കാത്ത ആഗ്രഹം ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് നടക്കാത്തതുണ്ട്, നടന്നതും ഉണ്ട് നടക്കാത്തതും ഉണ്ട്, അല്ലേ? യെസ്. പക്ഷേ പക്ഷേ ഈ നടക്കാത്തത് നമ്മൾ മറന്നാലും ഇത് ഉള്ളിലുണ്ട്. അതേ ആഗ്രഹം വേറെ ആരെങ്കിലും നടത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ സാധനം ഓർമ്മ വരും. ഞാനൊക്കെ അന്ന് പ്രതീക്ഷിച്ചൊരു കാര്യമാണല്ലേ, എൻ്റെ ഒരു നല്ല സമയത്ത് എനിക്കിത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ. മനസ്സിലാവുന്നുണ്ടോ? യെസ്. അപ്പോൾ ഈ സാധനങ്ങൾ നമുക്ക് ഭാരമാണോ എന്ന് ചോദിച്ചാൽ ഭാരമാണ്. എന്തുകൊണ്ടാണ് ഭാരം? നമ്മൾ സുഖം അന്വേഷിക്കുന്നത് കൊണ്ട്. അപ്പോൾ ഈ സുഖം പറഞ്ഞു, ഇത് ശാശ്വതമല്ലാത്ത അല്ലെങ്കിൽ ഇതിന് നിലനിൽപ്പില്ലാത്ത, കുറച്ച് നേരത്തേക്ക് മാത്രമേ ഈ സുഖത്തിന് ഉള്ളൂ നിലനിൽപ്പ്. ഗുരുജിയെ കണ്ടപ്പോൾ ഒരാൾ പറഞ്ഞത്രേ, അയാൾ ചീഫ് ജസ്റ്റിസ് ആയി ഇരുന്ന ഒരാളാണ്, എനിക്ക് പേര് ഓർമ്മയില്ല. അദ്ദേഹം എന്ന് വെച്ചാൽ ചീഫ് ജസ്റ്റിസ്, അതായത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഭാരതത്തിൻ്റെ നിയമത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തി, നിയമവ്യവസ്ഥയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തി. അദ്ദേഹം വിചാരിച്ചാൽ ഈ രാജ്യത്ത് എന്ത് വേണമെങ്കിലും നിയമം പാസ്സാക്കാൻ ഇതാണ്. അപ്പം അത്രയും പവറുള്ള ആളാണ്. എന്ന് വെച്ചാൽ നിയമം എന്ന് വെച്ചാൽ ബാക്കി രാഷ്ട്രീയക്കാരെ പ്രധാനമന്ത്രിയേക്കാൾ പവറുള്ള ആളാണ് ശരിക്കും നോക്കുകയാണെങ്കിൽ. അങ്ങനെയുള്ള ആൾക്ക് എത്ര സുഖമായിരിക്കും? അധികാരത്തിൻ്റെ ഒക്കെ ഒരു സുഖമല്ലേ? ഉണ്ടാവില്ലേ? ഉണ്ടോ ഇല്ലയോ? ഒരു പഞ്ചായത്ത് മെമ്പറിനുള്ള സുഖം പോലെയാണ് അദ്ദേഹത്തിൻ്റെ സുഖം, അല്ലേ? പക്ഷെ അയാൾക്ക് എന്നിട്ടും സമാധാനമില്ല അത്രേ. അയാൾ പറയാണ്, ഗുരുജി, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് കോർട്ട് ഓഫ് എന്തോ സംതിങ് ജസ്റ്റിസ്, സോറി, അന്താരാഷ്ട്ര നിയമ വ്യവസ്ഥ, അങ്ങനെ ഒരു വ്യവസ്ഥ, അതിൽ എനിക്ക് ഒരാളാവണം, അല്ലെങ്കിൽ അതിൻ്റെ തലപ്പത്ത് വരണം, അന്താരാഷ്ട്ര തലത്തിൽ. ആലോചിച്ച് നോക്കൂ. അപ്പൊ എവിടെ പോയി ഇയാളുടെ ഇങ്ങനെ സുഖം തേടി പോകുക തന്നെയാണ്, എവിടെ എത്തണ? അപ്പൊ ഒരു സാധാരണ ഒരു ലോയറായ വ്യക്തിക്ക് അയാളുടെ സുഖം എവിടെ അങ്ങോട്ട് പോകണം, ഇങ്ങനെ അന്വേഷിച്ച് 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 നടത്തം മാത്രമാണ്. എന്ത് സംഭവിക്കണു? അതിൽ പരിഹാരമില്ല. ഇന്ത്യയുടെ തന്നെ നേതാവായി കഴിഞ്ഞാൽ പോലും ഇതിന് പരിഹാരമില്ല. അപ്പോൾ ഈശ്വരം, ശങ്കരാചാര്യർ, അതേപോലെ ഈ ഗുരുക്കന്മാരെല്ലാം ഗുരു പരമ്പരയിൽ പറയുന്നു, ഇത് അന്വേഷിക്കേണ്ട സ്ഥലം നീ അറിയാത്തത് കൊണ്ടാണ് ഭാഗ്യലോകത്ത് നീ അന്വേഷിക്കുന്നത്. എന്താണ് അന്വേഷിക്കേണ്ട സ്ഥലം? എവിടെ അന്വേഷിക്കുക? ശാശ്വതമായ സുഖം, നിലനിൽക്കുന്ന സുഖം, അത് എവിടെ അന്വേഷിക്കണം? മുല്ലയുടെ ഒരു കഥയുണ്ട്, അറിയോ? മുല്ല കാര്യമായിട്ട് സ്ട്രീറ്റ് ലൈറ്റിന്റെ താഴെ എന്തോ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്ര. എന്താണ്? സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലേ? സ്ട്രീറ്റ് ലൈറ്റ്. അപ്പൊ അതിന്റെ താഴെ എന്താ സെർച്ച് ചെയ്യണം? അപ്പൊ ആളുകൾ ചോദിച്ചു, എന്താ മുല്ല, എന്താ പ്രശ്നം, എന്താ ചോദിച്ചപ്പോൾ, എൻ്റെ ചാവി നഷ്ടപ്പെട്ടു, അത് ഞാൻ തിരഞ്ഞുകൊണ്ടിരിക്കുക അവിടെയൊക്കെ. അപ്പോൾ
അതെയോ എന്ന് പറഞ്ഞ് ഇവരൊക്കെ കൂടെ സഹായിച്ചു. മുല്ല പാവമില്ലെന്ന് വെച്ച് കുറേ പേര് സഹായിച്ചു. ആർക്കും കിട്ടാനില്ല. എല്ലാവിടെയും അരിച്ചു പെറുക്കി ആ ചുറ്റുവട്ടിൽ. അപ്പോൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ചാവി എവിടെയാ തൊലഞ്ഞു പോയത്, കളഞ്ഞു പോയത്? എന്ന് വെച്ചപ്പോൾ എൻ്റെ റൂമിലാണ് കളഞ്ഞു പോയത്. എവിടെ? എൻ്റെ മുറിയിലാണ് ഇത് കളഞ്ഞു പോയത്. എന്നിട്ട് പിന്നെ നിങ്ങൾ എന്തിനാ ഇവിടെ വന്ന് തേടിക്കൊണ്ടിരിക്കുന്നത്? ഇവിടെയല്ലേ വെളിച്ചമുള്ളൂ. ഇവിടെയല്ലേ എൻ്റെ റൂമിൽ കറണ്ട് ഇല്ലെന്നേ. എന്ന് പറഞ്ഞതുപോലെ എന്താണ്? എന്ന് പറഞ്ഞതുപോലെ നമ്മൾ എന്താണ്? ആ, എവിടെയാണോ നഷ്ടമായത് അവിടെ അന്വേഷിക്കാതെ, എവിടെയാണോ ഇന്ദ്രിയങ്ങൾക്കിഷ്ടം അവിടെയാണ് ഇതിനെ അന്വേഷിക്കണം. അങ്ങനെ ഇന്ദ്രിയ വിഷയങ്ങളിൽ അന്വേഷിക്കുമ്പോൾ എന്ത് കിട്ടുമെന്ന് വെച്ചാൽ കിട്ടില്ല. നമ്മൾ അന്വേഷിക്കുന്ന സാധനങ്ങളില്ല. അപ്പോഴാണ് ഗുരുക്കന്മാർ പറയുന്നു, നീ നിന്റെ ഉള്ളിലേക്ക് വരും. എവിടെ? നിന്റെ ഉള്ളിലേക്ക് അന്വേഷിക്കൂ. സുഖത്തിൻ്റെ സമുദ്രമാണ്. അതിനൊന്നും എന്താന്ന് വെച്ചാൽ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ അതിന് ആദിയില്ല, അന്തമില്ല എന്ന് പറഞ്ഞതുപോലെ അനന്തമായി കിടക്കുന്ന സമുദ്രമാണ്. അതുകൊണ്ടാണ് നമുക്ക് നോക്കൂ, ആത്മജ്ഞാനികളായ ആൾക്ക് ഒന്നും ആവശ്യമില്ല. അവരെ ഒന്നും നമുക്ക് ഒന്നും കൊടുത്ത് സമാധാനിപ്പിക്കില്ല, സന്തോഷിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ അവർ ഒന്നും ഇല്ലാതെ തന്നെ വളരെ സന്തോഷകരമായ അവസ്ഥയിലാണ്. ഉള്ളിൽ ആത്മജ്ഞാനം കണ്ടെത്തിയ ആൾക്കാരാണ്. അപ്പം അങ്ങനെയുള്ള സുഖകരമായ അവസ്ഥ നമുക്ക് വേണോ? വേണോ? വേണ്ടേ? മറ്റാൾ പറഞ്ഞതുപോലെ വേണ്ടേ? വേണോ വേണ്ടയോ? യെസ്, വേണമെങ്കിൽ വേണമെന്ന് പറയൂ. വേണോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ല. വേണമെന്ന് പറഞ്ഞ ആൾക്ക് കിട്ടുന്നില്ല. മുമുക്ഷുക്കളോട് ചോദിക്കുകയാണ് ആത്മജ്ഞാനം വേണോ എന്ന്. അപ്പോഴാണെന്ന് ആലോചിക്കണം. വേണോ നോക്കട്ടെ കേട്ടോ. ഇന്ന് ബുധനാഴ്ച, ഇന്ന് എന്താഴ്ചയാ? ഇന്ന് തിങ്കളാഴ്ച. തിങ്കളാഴ്ചയാണ്. നാളെ മതി. ഇന്ന് ദിവസം ശരിയില്ല, അങ്ങനെയാണോ? ഇല്ല, എനിക്കത് ആവശ്യമാണ്. എൻ്റെ ജീവിതം ദുരിതത്തിലാണ്, ദുഃഖത്തിലാണ്, വേദനയിലാണ്. എനിക്ക് ഇതിൽ നിന്ന് കരകയറേണ്ട ആവശ്യം ഉണ്ട് എന്ന് തിരിച്ചറിയണം. എന്നാലേ കിട്ടുള്ളൂ. വേണം പറഞ്ഞ ആൾക്കേ കൊടുക്കുള്ളൂ. വേണം പറഞ്ഞ ആൾക്കാർക്കേ കിട്ടാൻ വഴിയില്ല. അപ്പോഴാണ് ഇത് വേണോ എന്ന് ആലോചിക്കട്ടെ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശാശ്വതമായ സുഖം, നിരന്തരമായ, എന്നും അചഞ്ചലമായത്, അതിനെ ചലിപ്പിക്കാൻ പറ്റാത്തത്ര ശാന്തിയും സമാധാനവും ജീവിതത്തിൽ വന്നു ചേരുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ കണ്ടെത്തുന്ന അവസ്ഥയാണ് ഈ ആത്മജ്ഞാനം എന്ന് പറയുന്നത്. ആത്മസാക്ഷാത്കാരം എന്നൊക്കെ പറയുന്നത്. അത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ നല്ല സാരിയും വേണ്ട, നമുക്ക് നല്ല ചെയിനും വേണ്ട, നമ്മളെ ആരും പൊക്കിയും വരേണ്ട, നമുക്കൊരു സ്ഥാനവും വേണ്ട, നമുക്കൊരു അധികാരവും വേണ്ട, ഒന്നും വേണ്ട, നമ്മൾ ഈ ശരീരവുമല്ല എന്നൊരവസ്ഥയിലാണ്. അപ്പം എന്താണ്? എല്ലാവരും നിങ്ങളെ തേടിയെത്തും. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞതുപോലെ ആത്മജ്ഞാനി എങ്ങനെയെന്ന് വെച്ചാൽ പൂർണ്ണമായി വിടർന്നു നിൽക്കുന്ന പുഷ്പം പോലെ അതിനെ തേടിയിട്ട് എന്തെത്തുന്നു? ചിത്രശലഭങ്ങൾ തേടിയെത്തുന്നു. അതുപോലെ നമ്മളുടെ ആഗ്രഹങ്ങളും എല്ലാം എല്ലാം ഈ ലോകത്ത് അത് അന്വേഷിച്ചെത്തുന്നത് പോലെ നമ്മളിലേക്ക് എത്തുന്നു. നമ്മൾ വിചാരിക്കുന്ന മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയുണ്ട്. ഓക്കെ, അപ്പം അതിലേക്ക് എത്തിക്കാനുള്ള ഓരോ കാര്യങ്ങളാണ് ഇവിടെ ഗുരുക്കന്മാർ പറയുന്നത്. അപ്പം അതിനു മുമ്പ് എന്ത് ചെയ്യണം? നമ്മൾ കുറച്ച് എഫേർട്ട് എടുക്കുകയാണ്. എന്തിനാണ് കുറച്ച് എഫേർട്ട് എടുക്കുന്നത്? കുറച്ച് സമയം ഇതിന് കണ്ടെത്തി വെക്കുകയാണ്. അങ്ങനെ നിലനിൽക്കുന്ന നിരന്തരമായ, ഒന്നിനും ചലിപ്പിക്കാൻ പറ്റാത്ത ആ വലിയ അവസ്ഥയിലേക്ക് പോവാൻ നമ്മൾ കുറച്ച് എഫേർട്ട് എടുക്കണം. അപ്പോഴാണ് 9 മണിയാകുമ്പോൾ എനിക്ക് ഇന്ന് തിരക്കാണ്, അതൊക്കെ നോക്കട്ടെ. നമ്മൾ ലിങ്ക് അയച്ചു കൊടുക്കുമ്പോൾ ആൾക്കാർ പറയാം, നോക്കട്ടെ, പറ്റണില്ലേ, പഴയ പോലൊന്നും അല്ല, അയ്യോ ആകെ തിരക്കാണ്, ജോലിയാണ്, അല്ലെങ്കിൽ പഠിക്കാനുണ്ട്, എക്സാം ഉണ്ട്, മടിയാണ്. ഇതൊന്നും ഒരു റീസൺ അല്ല. പൂന്താനം പറഞ്ഞതുപോലെ ഇന്നി കണ്ട തടിക്കു വിനാശവും ഇന്ന നേരം എന്നത് അറിഞ്ഞില്ല എന്ന് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും ബെല്ലടിക്കാം, ഇതാ വന്നോ എന്ന് പറഞ്ഞിട്ട്. അത് ആർക്കുന്നുണ്ടോ? അയ്യോ ഞാൻ ചെറിയ പ്രായക്കാരനാണ്, ഇയാളെ വിട്ടുവെക്കാം എന്ന് പറയോ? അങ്ങനെയൊന്നുമില്ല. ആർക്കാണോ സമയമായത് അവര് പൊയ്ക്കോണം. അതുപോലെ ഓക്കെ. അപ്പോൾ നമുക്ക്
യെസ്. ജപം ചെയ്യാനായിട്ട് തയ്യാറാവാം. അപ്പോൾ 1008 ജപം ചെയ്തവർക്കൊക്കെ അഭിനന്ദനങ്ങൾ. 1008 കൂടുതൽ ചെയ്തവർക്ക് കൂടുതൽ അഭിനന്ദനങ്ങൾ. വളരെ വളരെ നല്ല കാര്യം. ചെയ്യാത്തവർ ഇനിയെങ്കിലും ചെയ്യുക. എനിക്കറിയാം ഇനിയും ചെയ്യാൻ പ്ലാൻ പദ്ധതികൾ ഇട്ട് വെച്ച നിങ്ങൾ, എനിക്കറിയാം കുറേ പേര് പ്ലാൻ പദ്ധതികളുണ്ട് ഇനി ചെയ്യണം. എനിക്ക് എന്തായാലും നാളെ ഞാൻ ചെയ്തിരിക്കുമെന്ന് പ്ലാൻ പദ്ധതികൾ. നാളെയും അത് മുടങ്ങാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ ഉറച്ചു പറയുന്നു. അതുകൊണ്ട് വിട്ടുകൊടുക്കരുത്. ഓക്കെ. ഈ പ്ലാൻ പദ്ധതിയില്ലേ, നമ്മൾ ആരെങ്കിലുമൊക്കെ ഗ്രൂപ്പിലിടുമ്പോൾ ഭഗവാനെ എനിക്കും ഇതുപോലെ ഒന്ന് ചെയ്യണം എന്നൊരു ആഗ്രഹം വരും. അപ്പം തന്നെ ആ മായ മനസ്സ് പിടിച്ചിട്ട് അത് ചെയ്യാം, ഇപ്പം ചെയ്യാം കേട്ടോ, അതാ ഇപ്പോൾ ഒരു മിനിറ്റ് ഈ പണി ഒന്ന് കഴിയട്ടെ, ഇതിപ്പോൾ ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റിവെച്ച, മാസങ്ങളായി മാറ്റിവെച്ച ആൾക്കാരെ എനിക്കറിയാം. നാളെയും മാറ്റിവെക്കാൻ സാധ്യതയുണ്ട്. ഇത് ഞാൻ ആരെയും കുറ്റം പറയല്ല, എൻ്റെ സ്വന്തം ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചത് കൊണ്ട് ഞാൻ പറയാണ്. ഇങ്ങനെയൊക്കെ വന്നിട്ടാണ് ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. ഇങ്ങനെ ഞാൻ സാധനങ്ങളൊക്കെ ഒരുപാട് മാറ്റി വെച്ച ആളാണ്. ജപം ഒരുപാട് മാറ്റി വെച്ച ആളാണ്. ചോദ്യം ചെയ്തതാണ്. എൻ്റെ അച്ഛൻ ചെറിയ പ്രായത്തിലാണ്, സ്കൂളിൻ്റെ പ്രായത്തിൽ നല്ല സത്സംഗം, അദ്ദേഹം ഉദ്ദേശിച്ചത് നല്ല കുട്ടികളോട് കൂട്ടുകൂടൂ. എങ്ങനെയാണ്? നല്ല കുട്ടികളോട് കൂട്ടുകൂടൂ, കമ്പനി ആവും എന്ന് പറയുമ്പോൾ ഞാൻ ഞാൻ അച്ഛനോട്, അതായത് നാട്ടിൽ ഉള്ളത് നമുക്ക് നല്ലത് ചീത്ത ഫ്രണ്ട്സ്, കൂട്ടുകാർ, കളിക്കണം, അതാണല്ലോ നമ്മൾ. അപ്പം കുറേ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാൽ പിന്നെ നാരായണ ഗുരുവിൻ്റെയും സ്വാമി വിവേകാനന്ദൻ്റെയും മക്കളിനെയൊക്കെ പരിചയപ്പെടുത്തരും, ഞാൻ അവരോട് പോയിട്ട് കൂട്ടുകൂടാം. അങ്ങനെ തർക്കുത്തരം പറഞ്ഞ ആളാണ്. മനസ്സിലായോ? ഇപ്പം സത്സംഗത്തിൻ്റെ പ്രാധാന്യം പറയുന്നത് മനസ്സിലായോ? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എൻ്റെ ബുദ്ധിപൂർവ്വം ഞാൻ ചെറുപ്പം മുതൽ തന്നെ ഇതിനെ അന്വേഷിച്ച് ഇതിനൊക്കെ തർക്കുത്തരം പറഞ്ഞ് ഇതിൽ വാസ്തവം ഉണ്ടോ എന്ന് തിരിച്ചറിഞ്ഞ് പറയാണ്. ഗുരുദേവ് ശ്രീ രവിശങ്കർജി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ വിശ്വസിക്കുക, അദ്ദേഹവും നിങ്ങളും എന്നുള്ളതല്ല, ഇത് എന്നിലൂടെ വരികയാണ് ഈ സാധനം. മനസ്സിലായോ? ഇതൊക്കെ അപ്ലൈ ചെയ്ത് നോക്കി ഈ വഴിയിലൊക്കെ പോയി ഇതിലൊന്നുമില്ല, ചിലതിൽ പണി കിട്ടി, ചിലതിൽ കിട്ടാതെ രക്ഷപ്പെട്ടു, അങ്ങനെ തിരിച്ചറിഞ്ഞ് പറയാണ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇത് 100% നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യണം. ജപം എന്നുള്ളത്, ജപം ചെയ്യാതെ വേറെ രക്ഷയില്ല. നമഃശിവായ പഞ്ചാക്ഷരി നിങ്ങളെ രക്ഷിക്കും. ഈശ്വരനും ജപവും ഒന്ന് തന്നെയാണ്. ഈശ്വരനും ശബ്ദവും ഒന്ന് തന്നെയാണ്. ഞാൻ ഒരു സ്റ്റിങ് തിയറിയുടെ കാര്യം ഞാൻ ഉള്ളിലിട്ടിട്ടുണ്ടായിരുന്നു, ഗ്രൂപ്പിലിട്ടിട്ടുണ്ടായിരുന്നു. കണ്ടോ? സ്റ്റിങ് തിയറി എന്ന് പറഞ്ഞിട്ട് കണ്ടോ? ഗ്രൂപ്പിൽ കാണാത്തവർ കാണണം. ഇനി ഗ്രൂപ്പിൽ ഇല്ലാത്തവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം സ്റ്റിങ് തിയറിയുടെ കാര്യം. എല്ലാം ശബ്ദ തരംഗങ്ങളാണ്. ഈ പ്രപഞ്ചം മൊത്തം ചലിച്ചുകൊണ്ടിരിക്കുന്നത് ശബ്ദ തരംഗങ്ങളാലാണ്. എന്ന് വെച്ചാൽ ശബ്ദം. എങ്ങനെയാണ് ഭഗവാൻ ശബ്ദമായി മാറി എന്ന് പറയുന്നത്? ശബ്ദം. അതുകൊണ്ടാണ് ഇവിടെ ആ ഊർജം, അല്ലെങ്കിൽ അതെങ്ങനെയാണ്, അതിന് ഒരു വ്യത്യസ്ത തലത്തിലാണ് ഇതിങ്ങനെ ചലിക്കുന്നത്, ഒരു ഡാൻസ് ചെയ്യണത് പോലെ. അതാണ് നമ്മളുടെ നടരാജ പ്രതിമ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ പ്രപഞ്ചം മൊത്തം ഭഗവാൻ ശിവന്റെ നൃത്തമാണ് എന്ന് പറയുന്നതിൻ്റെ പുറകിലുള്ള ശാസ്ത്രം അതാണ്. ഡാൻസിങ് ശിവ. അപ്പം ശബ്ദത്തിന് അത്രയും പ്രാധാന്യമുണ്ട്. ഒരു ശബ്ദമാണെന്ന് പറയുന്നത്. അപ്പം ശബ്ദത്തിനും പിന്നീടും സൂക്ഷ്മമായിട്ട് പോയി കഴിഞ്ഞാൽ അതൊരു ബോധമാണെന്ന് പറയുന്നു. ഓക്കെ, അപ്പം ശബ്ദത്തിലൂടെ നമുക്ക് ഇത് വലിയ മാറ്റം കൊണ്ടുവരാൻ പറ്റും. അതിന് വിശ്വസിക്കുക, ചെയ്യുക. ഓക്കെ, എല്ലാവരും ജപിക്കണം. കണ്ണുകൾ അടച്ച് നട്ടെല്ലാം നിവർത്തി വെച്ചിരിക്കാം. മുഖത്തൊരു പുഞ്ചിരി ഇരിക്കട്ടെ. ഓം നമഃ ശിവായ. 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 ഓം നമഃ ശിവായ.
ॐ नमः शिवाय। 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 ॐ नमः शिवाय।
ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। കണ്ണുകൾ അടച്ചു വെച്ച് ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ധ്യാനം ചെയ്യാവുന്നതാണ്.
സാവധാനം ചുറ്റുപാടിലും സ്വന്തം ശരീരത്തിലേക്കും ശ്രദ്ധ കൊണ്ടുവരാം. ഒരു ദീർഘ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, പുറത്തുവിടാം. കായേന വാചാ മനസേന്ദ്രിയേ വാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിസ്വഭാവാ കരോമി യദ്യത് സകലം പരസ്മൈ ഗുരുദേവപാദേഷു സമർപ്പയാമി. സർവം ഗുരുദേവപാദേഷു സമർപ്പയാമി. സർവം ഗുരുദേവപാദേഷു സമർപ്പയാമി. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഈ സകല ചരാചരങ്ങളുടെ നന്മയ്ക്കും ഈശ്വര സാക്ഷാത്കാരത്തിനും വേണ്ടി എല്ലാവരെയും അനുഗ്രഹിക്കാവുന്നതാണ്. പൂർണ്ണമെന്ന് തോന്നുമ്പോൾ സാവധാനം നിങ്ങളുടെ കണ്ണുകൾ തുറക്കാം. ജയ ഗുരുദേവ്.